അവരിട്ടിരുന്ന ചെരുപ്പിന് ഇന്ന് പോലും 100 രൂപയല്ല. അവർ താമസിക്കുന്ന വീട്ടിന് മര്യാദക്കൊരു വാതിലില്ല. തെങ്ങിൻ്റെ പട്ട മുടയും, ഒരു കട്ടിയിൽ മുടയും. എന്നിട്ട് അതിന്മേൽ എന്ത് ചെയ്യുന്നറിയോ, 2 അലകുംപൊളി വെച്ച് അടിക്കും. എന്നിട്ട് അത് വാതിൽക്ക് വെക്കും. പിന്നെ ആ വാതിലിനെ 2 തെറ്റ് വെക്കും, ഒന്നിങ്ങോട്ടും ഒന്നങ്ങോട്ടും. നായകൾക്കൂല. അത്ര തന്നെ. അവരുപയോഗിച്ചിരുന്ന വീട്ടിന് ഇന്ന് പോലും 10,000 രൂപയല്ല, ഇന്ന് പോലും. പക്ഷേ അവരെ മൗല അവരെ പറ്റി ഭയങ്കര ഇഷ്ടത്തിലാണ്. പക്ഷെ അവൻ്റെ മൗല അവനെ പറ്റി വലിയ ഇഷ്ടത്തിലാണെങ്കിൽ അവനങ്ങനത്തെ പരാജയം. നമ്മൾ വീട്ടികളായ ദുനിയാവിൻ്റെ അയലുകാർ പറഞ്ഞതും പറഞ്ഞു നടക്കരുത്. ഞാൻ അകപ്പെട്ടു പോയി എന്ന് പറയുന്നത്. അകപ്പെട്ടിട്ടില്ല, ചിന്തകപ്പെട്ടില്ല. നിന്റെ മൗല നിന്റെ പൊരുത്തത്തിലാണെങ്കിൽ ജന്ന് സ്പേസ് കേച്ചില്ലേ പറയാം, ജന്ന് സ്പേസ് കേച്ചില്ലേ പറയാം. എന്ത് രോഗികൾക്കും കഷ്ടപ്പെട്ടവർക്കും കയ്യും കാലും മുറിക്കപ്പെട്ടവർക്കും എന്നിട്ടും അള്ളാഹുവിൻ്റെ താഅത്തിൽ അവർ കൂടിയാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ വെച്ച് വിധിക്കുന്ന വിധി കേൾക്കുമ്പോൾ മറ്റൊരു പറഞ്ഞത്രേ, ലൗ ഖുരിദ്നാ ബിൽ മഖാരിദി, ഞങ്ങളെ കത്രിക കൊണ്ട് കഷ്ണം കഷ്ണം മുറിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ലാ നാരിൽ ജഹീമി ഫബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി. ഒരാൾ ട്രെയിനിങ് പീരീഡിൽ വളരെ കഷ്ടപ്പെട്ടു. പക്ഷെ അയാളുടെ എല്ലാ പ്രവർത്തനവും കമ്പനി മുതലാളി കൽപ്പിച്ചതുപോലെയാണ്. അയാൾക്ക് മുറിയെ പറ്റി കാലൊടിഞ്ഞു, പലതും സംഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് ട്രെയിനിങ് പീരീഡിൽ അയാളുടെ പെർഫോമൻസ് വളരെ ഭംഗിയായിരുന്നു. പക്ഷെ അതിനയാൾ കാലൊടിഞ്ഞു, കാല് മുറിഞ്ഞു, ഇങ്ങനെ പലതും സംഭവിച്ചിട്ട് ഒരു ദിവസം പോലും അയാൾ ബെഡിൽ കടന്നില്ല. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാലോ പിന്നെ അയാൾക്ക് യഥേഷ്ടം അയാൾക്ക് ജോലി ചെയ്യാവുന്ന സന്തോഷത്തിലേക്ക് കമ്പനി മാനേജർ അയാൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യും. സന്തോഷകരമായൊരവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരും. അയാൾക്ക് യഥേഷ്ടമാണ് കമ്പനിയിൽ. പിന്നെ സ്വൈരവിഹാരം ചെയ്യാം, ലീവ് എടുക്കാം, തൊഴിലെടുക്കാം. തൊഴിലെന്നാൽ അത് തൊഴിലുമല്ല. പക്ഷേ ട്രെയിനിങ് പീരീഡ് തൊഴിൽ തന്നെയാണ്, കഷ്ടപ്പാടാണ്. ട്രെയിനിങ് പീരീഡ് 2 ആഴ്ച 3 ആഴ്ച അത്രേ ഉണ്ടാവും. അതേസമയത്ത് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ മുതലാളി അയാളെ കമ്പനിയിലേക്ക് മാറ്റും. പിന്നെ അയാൾക്ക് എത്രയാണ് അയാളുടെ സന്തോഷമെന്നും എത്രയാണ് അയാളുടെ നേട്ടം എന്നും പറയാനാവില്ല. അയാൾ പറയുന്നതാണ് അയാൾക്കുള്ള ശമ്പളം, അയാൾ പറയുന്നതാണ് അയാൾക്കുള്ള സൗകര്യം. എങ്കിൽ ഈ ട്രെയിനിങ് പീരീഡിൽ ഒരു ദിവസം പോലും കാലും മുറിഞ്ഞും കാലൊടിഞ്ഞും ഇന്നലെ കഴിഞ്ഞ ആഴ്ച കാല് മുറിഞ്ഞിടത്ത് നീര് വന്നിട്ട് പൊട്ടി ഒലിച്ചിട്ടും അതൊക്കെ കെട്ടി വീണ്ടും തൊഴിലിന് വരുന്ന ഈ വ്യക്തിയെ നിങ്ങൾ ഭാഗ്യഹീനൻ എന്ന് പറയുമോ? ഇതാണ് ചോദ്യം. ഇയാളെ നിങ്ങൾ ഭാഗ്യഹീനൻ എന്ന് പറയുമോ? 2 ആഴ്ച 3 ആഴ്ചയാണ് ആകെ ട്രെയിനിങ്. വേറൊരാൾ ഇത് ട്രെയിനിങ് പീരിയഡാണ് എന്ന ചിന്ത പോലും അയാൾക്കില്ല. അയാൾ കളി മാത്രമാണ്. അയാളോട് കമ്പനി മുതലാളി
കോപിഷ്ഠനാണ്. ഒരു ദിവസം പോലും അയാൾ മര്യാദക്ക് അയാളുടെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. കമ്പനി മുതലാളിക്ക് അയാളെപ്പറ്റി നല്ല അഭിപ്രായമില്ല. എന്നാൽ വീണിട്ടും പൊട്ടിയിട്ടും അതുമില്ല. അയാൾ ട്രെയിനിങ്ങിൽ കൃത്യമായി പങ്കെടുത്താലല്ലേ വീഴലും പൊട്ടലൊക്കെ ഉണ്ടാവുള്ളൂ. അതുമില്ല. എന്നാൽ ട്രെയിനിങ്ങിൻ്റെ അവസാന ദിവസം അയാളെ പിരിച്ചുവിടും. അയാൾക്ക് പിന്നെ തൊഴിലും കിട്ടൂല. ഈ മുതലാളി ഒഴിവാക്കിയ ഒരാളെ വേറൊരു മുതലാളി എടുക്കുകയോ ഇല്ല. എങ്കിൽ അയാളെ നിങ്ങൾ ഭാഗ്യവാൻ എന്ന് പറയും. ഈ ഒരു കമ്പാരിറ്റീവ് പോയിന്റിലാണ് നമ്മളുടെ 3 ക്ലാസ് കഴിഞ്ഞ് 4ാമത്തെ ക്ലാസ്സാണ് അകപ്പെട്ടവർ അകപ്പെടാത്തവർ. ഇതാണ് വിഷയം. ഇതിൽ ആരാണ് അകപ്പെട്ടവർ, ആരാണ് അകപ്പെടാത്തവർ? ഇത് നിങ്ങൾ ചിന്തിക്കണം. ഉത്തരം വളരെ 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 ലളിതമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഒരു 2 ആഴ്ച 3 ആഴ്ച ട്രെയിനിങ് പീരീഡ്, അപ്പോഴുള്ള കഷ്ടപ്പാടിന് കണക്കില്ല. ആ ട്രെയിനിങ്ങിൽ തന്നെ പങ്കെടുക്കുന്ന ചില ആളുകൾക്ക് ഇയാളോട് അസൂയ ഉണ്ടാവും. അയാൾ പലതും അള്ളുവെക്കും ഇയാൾക്കെതിരെ. അസൂയാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളെ സിഹർ ഇയാൾക്ക് ഏൽറ്റുപോവും. അങ്ങനെ അയാൾ വീണുപോവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ മുതലാളി ഇയാളിൽ സന്തുഷ്ടനാണ്. എങ്കിൽ ട്രെയിൻ പീരീഡിൽ അയാൾ പൊട്ടിയിട്ടുണ്ട്, വീണിട്ടുണ്ട്, ചുമന്ന് കൊണ്ടുപോയി കിടത്തിയിട്ട് ആശുപത്രി കിടക്കുന്ന പോലും അയാൾ രാവിലെ 8 മണിക്ക് അയാൾ വരും. മുതലാളി പോലും അയാൾക്ക് എതിർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീണവർ വരണ്ട, പക്ഷെ അയാൾ അറ്റൻഡ് ചെയ്യും. ഇയാളെ നിങ്ങൾ ഒരു അകപ്പെട്ട വ്യക്തി എന്ന് പറയൂ. 2 ആഴ്ച കഴിഞ്ഞാൽ അയാൾക്ക് യഥേഷ്ടാണ് കമ്പനിയിൽ. അയാൾ തന്നെയാണ് കമ്പനിയെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നതുപോലെയാണ് അയാളുടെ ഉദ്ദേശ്യങ്ങളും താല്പര്യങ്ങളും മുതലാളി അയാൾക്ക് ഈ 2 ആഴ്ചയ്ക്ക് ശേഷം വിട്ടുകൊടുക്കും. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ തൊഴിലും ഇല്ല. തൊഴിലില്ലെന്ന് പറയാം. ഈ വ്യക്തിയെ നിങ്ങൾ അകപ്പെട്ടോ എന്ന് പറയുമോ? പക്ഷെ ഇയാളെ കാല് പൊട്ടിയിട്ടുണ്ടല്ലോ, കൈ ഒടിഞ്ഞിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട പലരും ഇയാൾക്കെതിരെ അസൂയ വെച്ചിട്ടുണ്ടല്ലോ, സിഹർ ചെയ്തിട്ടുണ്ടല്ലോ, കണ്ണേർ പറ്റിയിട്ടുണ്ടല്ലോ. ഇയാളെ നിങ്ങൾ അകപ്പെട്ടവൻ എന്ന് പറയൂ? ഇയാളുടെ ആകെ കഷ്ടപ്പാട് എത്രയാണ് പറ? 2 ആഴ്ച. ഇനി ആകെ കഷ്ടപ്പാടേ ഇല്ല. അപ്പുറത്തെ 2ാമത്തെ ആൾ, അയാൾ ട്രെയിനിങ് പീരീഡിൽ മര്യാദക്ക് പങ്കെടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് മുതലാളി ഇയാളോട് കോപിഷ്ഠനാണ്. ഇനി അയാളുടെ ജീവിതം പൊരി വെയിലെത്താ. ഇയാളെ നിങ്ങൾ ഭാഗ്യവാൻ എന്ന് പറയോ? അപ്പം നമ്മൾ കാഴ്ചപ്പാട് നമ്മൾ തിരുത്തണം. ഞാൻ ആ വിഷയം കഴിഞ്ഞിട്ടില്ല. അകപ്പെട്ടവർ അകപ്പെടാത്തവർ എന്ന ചർച്ച ഇനിയും മുന്നോട്ട് പോകും. പക്ഷെ അതിനിടയിൽ അകപ്പെട്ടവർ ആര് എന്നൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. 2 ക്ലാസ് കൊണ്ട് ഞാൻ അകപ്പെട്ടവരെ പരിചയപ്പെടുത്തി തരാം. എന്നാലേ നിങ്ങൾക്ക് അകപ്പെടാത്തവർ എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മൾ നേരെ എതിരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, ഉദ്ദത്തു സ്വാബിരീൻ വദഖീറത്തു ഷാക്കിരീൻ എന്നൊരു കിതാബുണ്ട് അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾക്ക് റളിയല്ലാഹു. ഉദ്ദത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളുടെ ഉദ്ദത്തു സ്വാബിരീൻ വദഖീറത്തു ഷാക്കിരീൻ എന്ന ഗ്രന്ഥം. ഞാൻ അതിൽ നിന്ന് വായിക്കാം. നിങ്ങൾ വളരെ തല കൊടുത്ത് ചിന്തിക്കേണ്ട ഒരു മൗലികമായ വിഷയമാണ്. ഈ തിരുത്തന്നെ വേണം, തിരുത്തുക തന്നെ വേണം. നമ്മുടെ കാഴ്ചപ്പാട് തിരുത്തണം. ഉടമക്കാരൻ സന്തുഷ്ടനാണെങ്കിൽ ആ വ്യക്തിക്ക് കൈ മുറിഞ്ഞാലെന്താ, കാല് മുറിഞ്ഞാലെന്താ, സിഹർ പറ്റിയാലെന്താ, കണ്ണേറ് പറ്റിയാലെന്താ? 10 കൊല്ലം 15 കൊല്ലം 25 കൊല്ലം അയാൾ ബെഡിൽ തന്നെ കിടന്നാലെന്താ? ഉടമക്കാരൻ അയാളിൽ തൃപ്തനാണെങ്കിൽ
ഉടമക്കാരൻ തൃപ്തനല്ല. ഇതൊരു വ്യക്തി, അയാൾ രാവും പകലും നല്ല വസ്ത്രം ധരിക്കുന്നു. അയാൾക്ക് വേണ്ടി അങ്ങാടികളിൽ മുഴുവൻ സിന്ദാബാദ് വിളിക്കുന്നു. അയാൾ തെരഞ്ഞെടുപ്പിൽ നിന്നു ജയിച്ചു. ഈ പക്ക ജാഹിൽ ജയിച്ചാൽ ജനങ്ങൾ മുഴുവനും അവനെ എന്ത് ചെയ്യും? ഏറ്റി നടക്കും. അവനെപ്പറ്റിയുള്ള സിന്ദാബാദ് ആൾക്കും നാടാകെ. അവനെപ്പറ്റി ഒരു വാക്കെതിര് പറഞ്ഞാൽ അങ്ങാടിയിലിട്ട് ജനങ്ങൾ നിങ്ങളെ തല്ലും. പക്ഷേ ആ പറയപ്പെട്ടവരുടെ മൗല, ആ പറയപ്പെട്ടവരുടെ യജമാനൻ, ആ പറയപ്പെട്ടവരിൽ കോപിഷ്ടനാണ് എങ്കിൽ അവൻ MLA ആയിട്ടെന്ത്, അന്തംഗമ്മി മന്ത്രിയായിട്ടെന്ത്? എടാ ഭാഗ്യവൻ മന്ത്രിയാ പൊട്ട. എന്ത് വിചാരിച്ചിട്ട് ഞങ്ങളെ കണ്ടുവരുന്നത്? ആരുടെ ഭാഗ്യവാൻ? ഇവിടെ ഒരു 2 ആഴ്ച ട്രെയിനിങ് പീരീഡേ ഉള്ളൂ. അതാണ് ദുനിയാവ്. അതിൽ നമ്മൾ വീഴും, അതിൽ നമ്മൾ പൊട്ടും, അതിൽ നമ്മൾ ജനങ്ങൾ മുഴുവൻ നമ്മൾ ആക്ഷേപിക്കും. സേർ വരും. മാഷറിൽ നടക്കണ്ടല്ലോ സേർ നടക്കണ്ട, ദുനിയാവ് നടക്കണ്ട. തോറ്റു പോകേണ്ടത് മനസ്സിലാവില്ല. സേറ് ബാധിച്ചു, കിടന്നുപോയി. എന്താണ് എന്നിട്ടിപ്പം എന്താ പറ്റിയേ? എന്താണ് പറ്റിയേ? കണ്ണേറ് പറ്റി. എന്നിട്ടിപ്പം എന്താണ്? ഓനൊരു വീഴ്ച വീണു. പിന്നൊരു 10-15 കൊല്ലാട് അകപ്പെട്ടുപോയി. ഈ അകപ്പെട്ടവൻ അകപ്പെട്ടിട്ടില്ലല്ലോ, ഓൻ അകപ്പെട്ടു. ഈ 15 കൊല്ലവും അവൻ നേരത്തെ നിസ്കരിച്ചിട്ടുണ്ട്. ഒരു വാക്ക് കൊണ്ടൊരു ഗീബത്ത് പറഞ്ഞിട്ടുമില്ല. ഒരാളെ തൊഴിൽ ഇവൻ്റെ ഒരു കളി കൊണ്ട്, ഗൂഢപ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ നേരെ വളഞ്ഞുള്ള ചെയ്തി കൊണ്ട് ഒരാളെ പണി പോയിട്ടില്ല. ഒരു കല്യാണം മുടക്കിയിട്ടില്ല. ആ കിടന്ന കിടത്തത്തിലും ഒരു മൂളൽ കൊണ്ടൊരു കല്യാണം ഉണ്ടായിട്ടേ ഉള്ളൂ. 15 കൊല്ലം 20 കൊല്ലം അവൻ ബെഡിൽ കിടന്നു. ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ വിട്ടുപിരിച്ചിട്ടില്ല. ഒരു നന്മ തടഞ്ഞിട്ടില്ല. ഒരു വഖത്ത് നിസ്കാരം ഒഴിവായിട്ടില്ല. പിന്നെ അവന് ബോധം പോയി. പിന്നെ നിസ്കരിച്ചിട്ടില്ല. ബോധമില്ലാത്ത കാലത്ത് നിസ്കരിക്കേണ്ട ആവശ്യവും ഇല്ല. ഇവനെങ്ങനെ അകപ്പെട്ടവനാകുക? അവൻ്റെ മൗല ഈ ട്രെയിനിങ് പീരീഡിൽ അവനെക്കുറിച്ച് സന്തുഷ്ടനാണ്. മറ്റൊരാൾ, അയാൾ ഇടുന്ന ചെരുപ്പിന് 10,000. ഇന്ത്യയിലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് 991 മരിക്കുമ്പോൾ അയാളുടെ ചെരുപ്പിന് 24,000 രൂപയാണ് എന്ന് പത്രത്തിൽ വന്നിരുന്നു. ഒരു പ്രമുഖനായ നേതാവ്. എൻ്റെ ചെവി മുളച്ചതിന് ശേഷം ഞാൻ ആദ്യമായി കേൾക്കുന്ന വാർത്തയിൽപ്പെട്ടതാണ് ഇതൊക്കെ. അന്ന് ഞാൻ ആലോചിച്ചിരുന്നു, അങ്ങനെയൊക്കെ വിലയുള്ള ചെരുപ്പ് ഉണ്ടാവുമോ? അവൻ്റെ മൊബൈലിന് 5 ലക്ഷം രൂപയാണ്. അവൻ്റെ വാച്ചിന് 25 ലക്ഷം രൂപയാണ്. അവൻ സഞ്ചരിക്കുന്ന വാഹനത്തിന് 3 കോടി രൂപയാണ്. അവൻ താമസിക്കുന്ന വീട് 10,000 സ്ക്വയർ ഫീറ്റാണ്. അതിന് 150 കോടി രൂപയാണ്, അല്ലെങ്കിൽ 300 കോടി രൂപയാണ്. ഇങ്ങോട്ട് നോക്കി അൻവറാണ്. ഇതിനാണ് അൻവർ. നോക്കിക്കോ ഇനി ബുദ്ധിമുട്ടുണ്ട അല്ല. ഇപ്പോൾ തന്നെ ശ്രദ്ധയില്ലാതെ നിങ്ങൾക്ക് ഇനി ഇത് എന്തുണ്ടാവും? ഇത് മനസ്സിലാക്കി ചങ്ങായി, എന്തായി പറയണത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ഇവൻ ധരിക്കുന്ന ചെരുപ്പിന് 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ.
ഇവന്റെ കോട്ടിന് 25 ലക്ഷം റുപ്യാണ്, ഇവന്റെ കുപ്പായത്തിന് 10 ലക്ഷം റുപ്യാണ്. അങ്ങനെയൊക്കെ വരല്ലോ. അവൻ സഞ്ചരിക്കുന്ന വാഹനത്തിന് 10 കോടിയാണ്, അവൻ താമസിക്കുന്ന വീടിന് 500 കോടിയാണ്. എല്ലാവരും അവനെപ്പറ്റി ഓഹോ യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതിന്റെ കുറച്ചെങ്കിലും ഞങ്ങൾ കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന അൽ മുഷാറു ഇലൈഹി ബിൽ ബനാൻ, വിരൽ കൊടി കൊണ്ട് ഇഷാർത്താക്കപ്പെടുന്ന നേതാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അയാൾ. നാടായ നാട് മുഴുവനും അവനെപ്പറ്റി സിന്ദാബാദാണ്. സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്, എല്ലാ നാട്ടിലും സിന്ദാബാദ്. ഓൻ തുണി പൊന്തിച്ച് നിൽക്കണത്, തുണി താറ്റി നിൽക്കണത്, പാൻറ് ഇട്ട് നിൽക്കണത്, ഈ ജാതി കട്ടൗട്ടുകൾ ഫോട്ടോകളാണ് നാടാകെ. ഓനൽ കയറി ചെന്നാൽ തങ്ങന്മാരെണീറ്റിക്കും, മൂല്യന്മാരെണീറ്റിക്കും. ഓൽ കണ്ടല്ലോ. പക്ഷെ അവന്റെ റബ്ബിന് ഓന് തൃപ്പതില്ലെങ്കിൽ ഓൻ ആരായിട്ടുണ്ട്? മൂല്യരല്ലല്ലോ റബ്ബ്, തങ്ങളല്ലല്ലോ റബ്ബ്. റബ്ബിന് ഓനെ അറിയാലോ, മൂല്യർക്കല്ലേ അറിയാക്കുള്ളൂ. അൽ മുഷാറു ഇലൈഹി ബിൽ അസ്വാബിഅ, വിരൽ കൊണ്ടും വിരൽ കൊടി കൊണ്ടും ഇഷാറത്താക്കപ്പെടുന്ന വ്യക്തിയാണ് അവൻ. ഓ, മൂപ്പർ പോലായെങ്കിൽ. പക്ഷേ ഫമൗലാഹു ജല്ല വഅല ഗാളിബുൻ അലൈഹി, അവന്റെ സ്വന്തം ഉടമക്കാരൻ അവനെപ്പറ്റി കോപിഷ്ഠനാണെങ്കിൽ അവനാണ് ആര്? അവനാണ് ആര്? പറഞ്ഞെങ്കിൽ ഇനി മേലാൽ ഇതിനെതിരെ പറയരുത്. അവനാണ് ആര്? അകപ്പെട്ടവൻ. ഒരാളെ കാല് മുറിച്ചു, വെറ്റിക്കിടക്കാണ്, പക്ഷെ റബ്ബിനോനിഷ്ടം. നാട്ടുകാർ മുഴുവനെ ചീത്ത പറയുന്നു, പക്ഷെ റബ്ബിനോനിഷ്ടമാണ്. ഒരു സദസ്സിൽ ഓനെ പറ്റി പറഞ്ഞ നാട്ടുകാർ എനിക്ക് വേറൊരാളെ പറ്റി പറഞ്ഞൂടെ? ഇവനെ കാര്യങ്ങൾ വിളിച്ച് എന്ന് പറയപ്പെടുന്ന ആളാണ്, പക്ഷെ റബ്ബിന് അവനെ ഇഷ്ടമാണ്. എങ്കിൽ അവനെങ്ങനെ അകപ്പെടുക? ഇന്നുച്ചക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പൈസ അവന്റെ കയ്യിലില്ല. താമസിക്കുന്ന ചെറ്റപ്പുര തന്നെ എങ്ങനെയോ ഉണ്ടായതാണ്. ഉടുതുണിക്കവന് മറുതുണിയില്ല. തോർത്ത് മുണ്ടെടുത്തിട്ട് കുളിക്കും. ഒരു തുണി, ഒരു കുപ്പായം, മാന്യമായത് അത്ര ഉണ്ടാവുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ആയിരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. മര്യാദക്കുള്ളത് ഒരു തുണിയും കുപ്പായം. പിന്നെ പണിക്കോണ തുണിപ്പായം ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച പണിക്കോവില്ല. വെള്ളിയാഴ്ച ഇതും കൊണ്ടവർ പുഴക്ക പോകും. വലിയ ഇതുവരെ എത്തണ മുണ്ടുണ്ടാവും. അങ്ങനത്തെ മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് ആ മുണ്ടെടുത്തിട്ട് അവരെന്ത് ചെയ്യും? ഈ തുണിയും കുപ്പായം ഒരു ബക്കറ്റ് അവരെ കയ്യിലുണ്ടാവില്ല നീലം മുക്കാൻ. അപ്പോൾ പാറപ്പുറത്ത് ഒരു കുഴിയിൽ നീലം മുക്കും. ഞാൻ കണ്ടതാണ്. സത്യമല്ലേ? എന്നാൽ അവർ പാറപ്പുറത്തത് ഉണങ്ങാനിടും. എന്നിട്ട് വരും, നഖം മുറിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, എല്ലാം വൃത്തിയാക്കും, ഇറങ്ങി കുളിക്കും. കുളി കഴിഞ്ഞ് ആ മുണ്ടെടുത്ത് വരുമ്പോഴത്തേന് ഇത് ഉണങ്ങിയിട്ടുണ്ടാവും, അതെടുക്കും. പിന്നെ ആ മുണ്ട് തന്നെ തലയിൽ കൂടി ഇടും. എന്നിട്ട് അങ്ങനെ പള്ളിയൊക്കെ പോകും. പള്ളിയിലെത്തുമ്പോഴത്തേന് ആ മുണ്ടും ഉണങ്ങും. സത്യല്ലേ? അപ്പൊ ഉടുതുണിക്ക് അവർക്ക് മറുതുണി ഇല്ല. അവരുപയോഗിച്ചിരുന്ന വസ്ത്രത്തിന് ഇന്ന് പോലും 1000 രൂപ വിലയില്ല. അന്നപ്പിന് അതിന്റെ വില പറയണ്ട. അവരിട്ടിരുന്ന ചെരുപ്പിന് ഇന്ന് പോലും 100 രൂപ വിലയില്ല. അവർ താമസിക്കുന്ന വീട്ടിന് മര്യാദക്കൊരു വാതിലില്ല. തെങ്ങിൻ്റെ പട്ട മുടയും, ഒരു കട്ടിയിൽ മുടയും. എന്നിട്ട് അതിന്മേ എന്ത് ചെയ്യുന്നറിയോ? 2 അലകുംപൊളി വെച്ച് അടിക്കും. എന്നിട്ട് അത് വാതിൽക്ക് വെക്കും. പിന്നെ ആ വാതിലിനെ 2 തെറ്റ് വെക്കും. ഒന്നിങ്ങോട്ടും ഒന്നങ്ങോട്ടും. നായ കിടക്കൂല, അത്ര തന്നെ. കള്ളൻ കിടക്കൂല. എന്തുകൊണ്ട്? വെറുതെ നഷ്ടപ്പെടുത്താൻ കള്ളനും ബോധം സമയം ഉണ്ടാവില്ല. അവിടെ കയറിച്ച് കാര്യമില്ല.
കള്ളൻ അങ്ങോട്ട് കയറൂല്ല. അവരുപയോഗിച്ചിരുന്ന വീട്ടിന് ഇന്ന് പോലും 10,000 രൂപ വിലയില്ല, ഇന്ന് പോലും. പക്ഷേ അവരെ മൗല അവരെ പറ്റി ഭയങ്കര ഇഷ്ടത്തിലാണ്. അവരെന്നും ചൊറിയാം, എന്നും ജനങ്ങാണ്, എന്നും പ്രശ്നമാണ്. മനസ്സിലാവേണ്ട, ഒരു മജ്‌ലിസിൽ അവരെ ക്ഷണിക്കപ്പെടില്ല. പൊട്ടിയും മുറിഞ്ഞും ചെറിയും ചൊറിയും ആരെങ്കിലും വിളിക്കും. അങ്ങനെ അവരെ നാട്ടിൽ നിന്ന് പോയാൽ ആരും അന്വേഷിക്കൂല. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ആ പെര വിറ്റിട്ട് ഇപ്പം പിന്നെ അങ്ങോട്ട് കിഴക്ക് ഭാഗത്ത് എവിടെയോ പെര മാറിപ്പോയത്രേ. അത്ര അവൻ്റെ പേര് ഒരു ചുമരുമല എഴുതിയിട്ടില്ല. നോട്ടീസിന്റെ അവസാന ഭാഗം നന്ദി കുഞ്ഞാവറാനാജി, അങ്ങനെ പേരും ഓൻ്റെ പേര് അച്ചടിച്ച് ജീവിതത്തിൽ വന്നിട്ടില്ല. അതുമില്ല, ഒന്നുമില്ല. പക്ഷെ അവൻ്റെ മൗല അവനെ പറ്റി വലിയ ഇഷ്ടത്തിലാണെങ്കിൽ അവനങ്ങനത്തെ പരാജയം. നമ്മൾ വീട്ടികളായ ദുനിയാവിൻ്റെ അയലുകാർ പറഞ്ഞതും പറഞ്ഞടക്കരുത്. ഞാൻ അകപ്പെട്ടു പോയി എന്ന് പറയരുത്. അകപ്പെട്ടിട്ടില്ല, ചിന്തകപ്പെടില്ല. നിന്റെ മൗല നിന്റെ പൊരുത്തത്തിലാണെങ്കിൽ ജന്ന് സുബൈസ്കരിച്ചില്ലേ പറ, ജന്ന് സുബൈസ്കരിച്ചില്ലേ പറ. എന്ത് എങ്കിൽ അത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ജിന്നലെ വിശ്വസിച്ചില്ലേ? ജിന്ന് കള്ളുടിച്ചിട്ടുണ്ടോ? ഇന്നലെ കുടിച്ചിട്ടുണ്ടോ? ഇക്കൊല്ലം കുടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നോ കുടിച്ചിരുന്നു, ഇന്നലെ കുടിച്ചിരുന്നു. പിന്നെ ഇന്നലെ രാത്രി പൊട്ടി ഇനി കുടിക്കൂല എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇല്ലാമൻ താബ വ ആമന വഅമില അമലൻ സ്വാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫുർഖാൻ 70-ാമത്തെ വചനം. അല്ലാഹു നിന്നെ മാറ്റിത്തിരുത്തി, നിന്റെ തെറ്റുകൾ മാറ്റിത്തിരുത്തി. വകാന അല്ലാഹു ഗഫൂറർ റഹീം. നിന്റെ റബ്ബിന്റെ അടുക്കൽ നീ നല്ലോനാ. എന്നാലോ എൻ്റെ ഒരാൾ വിളിക്കൂല, നിശ്ചയത്തിനൊന്നും എന്നെ വിളിക്കൂല. കല്യാണത്തിന് വേഗം നേരത്തെ തന്നെ വരണട്ടോ എന്ന് പറയും. കഴിയണവരെ അവിടെ ഉണ്ടാവട്ടെ. എന്തിനാണെന്നറിയോ? അത് മേശ തുടക്കാനാണ്. മന്ത്രിനെയും ഇവനെയും കല്യാണം വിളിക്കുന്നത് 2 കൊല്ലത്തിലാണ്. നിങ്ങളൊന്ന് വന്നു പോന്നാൽ മതി എന്ന് പറയാം അതിലോട്, മന്ത്രിനോട്. MLA യോടും മന്ത്രിയോടും കല്യാണത്തിന് വിളിക്കുമ്പോൾ പറയാം, നിങ്ങളൊന്ന് വന്നു പോയാൽ മതി. അല്ല, എനിക്കന്ന് ഭയങ്കര തിരക്കാണ്, നിങ്ങളാ ബൈക്കൊന്ന് വന്നാൽ മതി, ഒന്ന് കയറിപ്പോയാൽ മതി, അങ്ങനെ പറയാം. അതേ സമയത്ത് ഈ ജാതി ആളുകളെ നിശ്ചയത്തിന് വിളിക്കൂല. കല്യാണത്തിന് എന്താ അവനോട് പറയാന്നറിയോ? പിന്നെ എന്നെയൊക്കെ കണ്ടിട്ടാണ് കേട്ടാ, രാവിലെ മുതൽ അവിടെ ഉണ്ടാവണം, ഇത് കയ്യാറോ ഒന്ന് പോരരുത്. അതിന്റെ അർത്ഥം എന്താ? പറയുടെ ചെങ്ങായി, ഒരു കൂട്ടര് മുണുങ്ങി എണീക്കുമ്പോഴത്തിന് മേശ തുടക്കണമെങ്കിൽ എന്നേ പറ്റുള്ളൂ. മനസ്സിലാണ്ട്? ഇത് അങ്ങനെ തന്നെയല്ലേ? ഇതാണിവൻ. ഒരു കാര്യമായ വർത്തമാനത്തിന് അവനെ കൂട്ടൂല. പക്ഷെ അവന്റെ മൗലയായ റബ്ബ് അവനെ ഭയങ്കര ഇഷ്ടത്തിലാണ്. എങ്കിൽ അവൻ എവിടെ അകപ്പെട്ട്? അവന്റെ പെണ്ണുകൾക്ക് തോന്നുന്നുണ്ടാവും നമുക്ക് പെട്ടുപോയി എന്ന്. ഒക്കെ പെട്ടിട്ടില്ല എന്ന് മനസ്സിലാവണമെങ്കിൽ മത്സരി ചെല്ലണം. ഓളേട്ടത്തിന് ഒരുത്തം കിട്ടി. ഓൻ പിന്നെ വാർഡ് മെമ്പറായി, പിന്നെ ബ്ലോക്ക് മെമ്പറായി, പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, പിന്നെ MLA ആയി, പിന്നെ കള്ളം മന്ത്രിയായി. പുറത്ത് പറയണ്ട. നിങ്ങൾ എന്ത് വിചാരിച്ച നിങ്ങൾക്ക് അടുത്തേക്ക് അശവരൊക്കെ റാമത്തുവാക്ക് വെച്ചാറില്ല. കക്കാൻ വേണ്ടിയാണല്ലോ മന്ത്രിയാകുന്നത്. ചിന്തിച്ചോ? എല്ലാ മന്ത്രിയും കക്കൂന്നല്ല, എല്ലാ മന്ത്രിയും കക്കൂല ഒന്നുമല്ല. അല്ലാഹു ആലം, അല്ലാഹു ആലം. എനിക്കതിനെ പറ്റൊന്നും അറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത്ര ചിന്തിച്ചോ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഓന്റെ പോക്ക് തോന്നും. നമ്മക്ക് ഭാഗ്യം ഒരന്തം കമ്മിയാണ്.
മുപ്പരി ആര് പറഞ്ഞാൽ അവിടെ കയറണം, അവിടെ അങ്ങോട്ട് കയറണം, അങ്ങോട്ട് ഒന്ന് ഒന്തിയാ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. നമ്മളെ കാക്കാനോട് വരെ ബേരലി ചൂണ്ടി ഒരാൾ വർത്താനം പറയില്ല, കാരണം നേരമാണ്. അപ്പൊ ഓള് വിചാരിക്കുന്നത് ഞാൻ രക്ഷപ്പെട്ടു, എന്റെ എത്താത്ത പരാജയപ്പെട്ടു. എത്താത്താക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഈ ജാതി അന്തംഗമ്മിന്റെ അടുത്താണല്ലോ ഞാൻ പെട്ടുപോയത്. എന്റെ അനുജത്തിനെ കെട്ടിയ ആളെങ്ങാനും എന്നെ കെട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ മനസ്സിലായില്ലേ പറഞ്ഞത്? ഏട്ടത്തി വിചാരിച്ച പെട്ടുപോയി. കാരണം ഈ ജാതി അന്തംഗമ്മിയാണ്. ഈ അന്തംഗമ്മിയോ ഖുലൂബുഹും മസ്വാബിഹുൽ ഹുദാ, ഈമാന്റെ വിളക്കുകൾ വെച്ച ഹൃദയങ്ങളാണ് അവൻ്റെ. അതിൽപ്പെട്ട ആളാണ് അവൻ. അവനൊന്നിലും ഉണ്ടാവില്ല, ഒന്നിലും ഉണ്ടാവില്ല. യഖ്റുജൂന മിൻ കുല്ലി ഫിത്നത്തിൻ സൗദാ, ഏത് കറുകറുത്ത ഫിത്നകളിൽ നിന്നും അവൻ പുറത്തേക്കും. നാട്ടിലെന്ത് കുഴപ്പമുണ്ടായാലും അവനുണ്ടാവില്ല. മനസ്സിലായില്ല? ചിന്തിക്ക്. അപ്പൊ നമ്മളിവിടെ നേരെ എതിരെ പറയുന്നത്. ഒരാൾ കാല് മുറിച്ചു, അത് അകപ്പെടലല്ല, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. രോഗികൾക്കും കഷ്ടപ്പെട്ടവർക്കും കയ്യും കാലും മുറിക്കപ്പെട്ടവർക്കും എന്നിട്ടും അള്ളാഹുവിന്റെ ത്വാഅത്തിൽ അവർ കൂടിയാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ വെച്ച് വിധിക്കുന്ന വിധി കേൾക്കുമ്പോൾ മറ്റൊരു പറഞ്ഞത്രേ, ലൗ ഖുരിദ്നാ ബിൽ മഖാരിദി, ഞങ്ങളെ കത്രിക കൊണ്ട് കഷ്ണം കഷ്ണം മുറിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞേ? കഷ്ടപ്പെട്ട രോഗികൾ എന്നിട്ടും അവർ ക്ഷമിച്ചു. ആരുടെ മുന്നിൽ? എങ്കിൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന മഹ്ശറിലെ സൗഭാഗ്യം കാണുമ്പോൾ യഖൂലു അഹ്ലുൽ ആഫിയ, ആഫിയത്തോടുകൂടെ ജീവിച്ചവർ പറയുമത്രേ, ലൗ ഖുരിദ്നാ ബിൽ മഖാരിദി, ഞങ്ങളെ കത്രിക കൊണ്ട് കഷ്ണം കഷ്ണം വിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്